മലപ്പുറം വള്ളിക്കുന്ന് മേഖലയിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. നിലവിൽ 278 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. വള്ളിക്കുന്ന്, മുന്നിയൂർ, തേഞ്ഞിപ്പലം, ചേലേമ്പ്ര പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ രോഗബാധ. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ഒരു നോഡൽ ഓഫീസറെ നിയമിച്ചു കഴിഞ്ഞുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്നും തത്സമയം ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, ഈ മഞ്ഞപ്പിത്ത രോഗബാധ അത് കുറച്ച് ദിവസങ്ങളായി മലപ്പുറം ജില്ലയിലുണ്ടോ? മലപ്പുറം ജില്ലയിൽ മലയോര മേഖലയിൽ മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായിരുന്നെങ്കിൽ നിലവിൽ മറ്റൊരു മേഖലയിലേക്ക് ഇത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിന് കാരണം മലയോര മേഖലയിൽ നിന്ന് പകർന്നതല്ല, മറിച്ച് കഴിഞ്ഞ ഏതാനും ദിവസം മുന്നേ ഈ വള്ളിക്കുന്ന് മേഖലയിൽ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹ ഫംഗ്ഷൻ നടന്നിരുന്നു. ഈ വിവാഹത്തിൽ പങ്കെടുത്തവർക്കാണ് നിലവിൽ രോഗവ്യാപനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. നിലവിൽ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ 278 പേർക്കാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 14 പേർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരാണ്. പഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ വള്ളിക്കുന്ന് പഞ്ചായത്തിൽ 168 പേർ, ചേലേമ്പ്ര പഞ്ചായത്തിൽ 19 പേർ, മൂന്നിയൂർ പഞ്ചായത്തിൽ 80 പേർ, തേഞ്ഞിപ്പലം പഞ്ചായത്തിൽ 11 പേർ എന്നിങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 2 പേർ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് ആശങ്കകരമായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും ദിനം പ്രതി ഈ മഞ്ഞപ്പിത്തം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ ഒരു വർധന ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു അവസ്ഥ കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് നിലവിൽ നോഡൽ ഓഫീസറെ നിയമിച്ച് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വള്ളിക്കുന്ന് പഞ്ചായത്തും അവലോകന യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ബോധവൽക്കരണം ശക്തിപ്പെടുത്താനും ഏതാനും തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വിവാഹ പരിപാടിക്ക് ഒരു ടാങ്കർ ലോറിയിൽ എത്തിച്ച വെള്ളത്തിൽ നിന്നാണ് രോഗവ്യാപനം ഉണ്ടായത് എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പിന്റെ ഒരു നിഗമനം. ഈ പശ്ചാത്തലത്തിൽ ഈ നിലവിൽ ഈ ഓഡിറ്റോറിയം ഇപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ പരിപാടികളൊന്നും തന്നെ നടക്കുന്നില്ല. ഒപ്പം തന്നെ വള്ളിക്കുന്ന് MLA നേതൃത്വത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറത്തിന്റെ മലയോര മേഖലയായിരിക്കുന്ന വഴിക്കടവ്, നിലമ്പൂർ, പോത്തുക്കൽ, കരുളായി മേഖലയിൽ ഒരുപാട് 1-2 മാസങ്ങളായി ഇത്തരത്തിൽ ഈ മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമാണ്. ഇവിടെയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. ഈ മേഖലയിലാണ് നേരത്തെ മരണമടക്കം സംഭവിച്ചിരിക്കുന്നത്. താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് സമീർ ബിൻ കരീമാണ്. മലപ്പുറം ജില്ലയിൽ ഈ മഞ്ഞപ്പിത്ത രോഗബാധ പടരുന്നു എന്ന രീതിയിൽ വാർത്ത വരുമ്പോൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലാണ് നിങ്ങൾ ഏറ്റവും ജാഗ്രത പുലർത്തേണ്ടത്. മലിനജല സ്രോതസ്സല്ലെന്ന് ഉറപ്പുവരുത്തണം. ശുദ്ധജലം, അത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കണം. മലിനവെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിച്ചാൽ തീർച്ചയായിട്ടും ഇത്തരം രോഗബാധയ്ക്ക് സാധ്യതയുണ്ട്. ഐസ്, ശീതള പാനീയം എന്നിവയും രോഗം പകരാൻ ഇടയാക്കുമെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. മലിനജലം ഉപയോഗിച്ച് പാത്രം കഴുകരുത്. കൈ കഴുകുന്ന വെള്ളവും ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം. സെപ്റ്റിക് ടാങ്കുകളിലെ ചോർച്ച കിണർ വെള്ളം മലിനമാക്കും. അതിനൊക്കെയുള്ള ജാഗ്രത പാലിക്കണം. എന്തായാലും ഈ ആരോഗ്യ പ്രവർത്തകർ വീടാന്തരം കയറിയിറങ്ങി ആളുകളെ ഇതിന് ബോധവാന്മാരാക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.